ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് പറ്റില്ല, ദഹിക്കാൻ പ്രയാസമുള്ളത് പറ്റില്ല, ഗ്യാസ് ഉണ്ടാക്കുന്നത് പറ്റില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡൈജസ്റ്റീവ് പവർ കുറയും, ഈ രോഗാവസ്ഥ കൂടും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, തണുത്ത വെള്ളം, തണുത്ത കാറ്റ്, മഞ്ഞ്, മഴച്ചാറിൽ ഉള്ളത്, തണുത്ത വെള്ളത്തിൽ കുളിക്കല്, അതുപോലെ ഷവർ ബാത്ത്, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കല്, ഇത്തരം സംഗതികൾ. ഇനി അടുത്ത ഏറ്റവും വിലപ്പെട്ട മറ്റൊരു പോയിന്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ തലകുളി ഉണ്ടല്ലോ, പരമാവധി ഒഴിവാക്കിക്കോ. മുടിയൊക്കെ പറ്റ വെട്ടി നിർത്തുക. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ മറ്റൊരു നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ഫീമെയിൽസിനും ആവാം. എന്നിട്ട് ചുടുവെള്ളത്തിൽ തോർത്തുമുട്ട് മുക്കി പിഴിഞ്ഞ് തുടയ്ക്കുക ദിവസേന. ആഴ്ചയിൽ ഒരു ദിവസം, മഴക്കാലത്തൊക്കെ ആണെങ്കിൽ 7 ദിവസത്തിലൊരിക്കൽ മതി, അല്ലെങ്കിൽ 4 ദിവസത്തിലൊരിക്കൽ തല കുളിച്ചാൽ മതി. ഓക്കെ, തലകുളി പരമാവധി കുറയ്ക്കുക. അതുപോലെ വെള്ളവുമായിട്ട്, തണുത്ത വെള്ളവുമായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾ മറന്നേക്കും, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല അത്. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ ചിലർ കാണിക്കുന്ന ഒരു വിദ്യയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ. മറ്റു ശാസ്ത്രങ്ങൾ ചിലപ്പോൾ അത് ഏത് രീതിയിലാണ് വിവക്ഷിക്കാന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണില്ല, പറയണില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഐസ്ക്രീം കഴിച്ചു,